ഒരു ആക്ഷൻ ഫിലിം കൊള്ളാം. ഒരു 2 പയ്യന്മാരെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. സാധാരണ കൊള്ളാം, കണ്ടോണ്ടിരിക്കും, ബോറടിക്കില്ല. അത്ര ഇനിയല്ലേ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഷോ അല്ലേ, ചിലപ്പോൾ ആണ് കിട്ടും, കുഴപ്പമില്ല. അതൊക്കെ അതിന് മുമ്പ് ഒരു വൈബ് സോങ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് ആയാലും ആക്ഷൻ, നമുക്കെന്താ പറയില്ല, ഒരു സ്റ്റോറി ലൈനിനെ, ഒരു ചെറിയ സ്റ്റോറി ലൈനിനെ അവർ നല്ല വെറൈറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ലൂക്ക് മാന്, നമ്മുടെ ചെമ്പം വിനോദ്, പിന്നെ അങ്കമാലിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പയ്യൻ, വേറൊരു പയ്യനും കൊണ്ട് അവർ സഹോദരങ്ങളായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവന്മാരൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വൈബാണ്. എനിക്കൊന്ന് യൂത്തിന് കുറേ കൂടി ഈ പടം ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ എന്താ പറയുക, സിനിമ ആസ്വാദകനാണെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടും. എന്നു പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോഴേ രസമുണ്ട്. ആ സൗണ്ട് ഡിസൈന്, ആ കളർ ഗ്രേഡിങ് എല്ലാം ആ ക്വാളിറ്റി ആയിട്ടുള്ളൊരു പടമാണ്. സിനിമയ്ക്കൊരു ചില ട്വിസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് വർക്കൗട്ടുണ്ട്. അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ആ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട്, ATC കൊണ്ടുപോയിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനും അവിടെ നടന്ന ഒരു കൊലപാതകവും അവിടുത്തെ ആൾക്കാരും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യപ്പനും കോശിയിലും കണ്ട ആ ഒരു, അതിൽ നഞ്ചിയമ്മ പാടിയ പോലെ ഇതിൽ വേറൊരു ടൈപ്പ് മ്യൂസിക് ഇവർ പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു രസമാണ്. എന്താ പറയുക, ഒരു വെറൈറ്റി സിനിമ കണ്ട ഒരു ഫീല് ഉറപ്പായിട്ടും കിട്ടും. അത് തിയേറ്ററിൽ തന്നെ കാണും. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതിൽ ഈ ബോംബ് കിട്ടണതും വെടിയും അതിനെയൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ. തിയേറ്റർ ഭയങ്കരമായിട്ട് എഫക്റ്റ് കിട്ടും നമുക്ക്. ആക്ഷൻ ഉണ്ട്, 2 ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അത് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് കള്ളുഷാപ്പ് ഫൈറ്റ്, ഒന്ന് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്. ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് ഫൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നല്ല രീതിയിൽ എക്സിക്യൂട്ട്. വയലൻ്റ് ആണ്, ഒരു റോ നേച്ചറാണ് പടം. ചീത്തവിളിയുണ്ട്, കുറച്ച് അഡൾട്ടറി ടോക്സ് ഉണ്ട്. പക്ഷേ ഒരു വെറൈറ്റി പടം. നമുക്ക് ചെമ്പൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, എനിക്ക് സത്യം പറഞ്ഞ ഒരു LJPയുടെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഒരു അങ്കമാലിയുടെ വേറൊരു ഫ്ലേവറാണ് എനിക്ക് സിനിമയ്ക്ക് തോന്നിയത്. നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പടം. സത്യം പറഞ്ഞാൽ ആളൊക്കെ കുറവായിരുന്നു, കുറേ കൂടി യൂത്തും. പിന്നെ സിനിമ, നിങ്ങൾക്കൊരു വെറൈറ്റി സിനിമ ആണെങ്കിൽ ഉറപ്പായിട്ട് കാണാം. ഈ വർഷം മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷമാണെന്ന് തോന്നി ഇതുവരെ കണ്ടതിൽ. ഇതൊരു എന്താ പറയുക, നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. നല്ല സിനിമ മീൻസ് ചെറിയൊരു സ്റ്റോറി ലൈൻ അവർ മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല. എന്താ പറയുക, ആ പുള്ളിക്കാരൻ്റെ ഒരു മേക്കിംഗ്, ഇപ്പം ചെമ്പൻ്റെ അനിയൻ്റെ പടമാണ് സംഭവം. ഒരു ലിജോൻ്റെ പടം കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ജെല്ലിക്കെട്ട്, മറ്റേ അങ്കമാലി ഡയറീസൊക്കെ അങ്ങനത്തെ ഒരു എഫക്റ്റിലാണ് സാധനം കൊണ്ടുവന്നത്. എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വില്ലന്മാരായിട്ട് 2 പേരുണ്ട്. പുള്ളിക്കാരൻ നമുക്ക് പരിചിതമാണ്. എനിക്ക് പേരത്ര പറയാൻ ക്ലിയർ ആവുന്നില്ല, എന്നാലും ഞാൻ പറയുന്നില്ല. അവരുടെ പെർഫോമൻസൊക്കെ കിടിലമായിരുന്നു. ഒരു മോശം ഫീലിംഗും തോന്നിയിട്ടില്ല പടത്തിൻ്റെ അകത്ത്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട് സംഭവങ്ങൾ. വേറെ എന്താ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതൊന്നുമില്ല. ഒരു പുതിയൊരു മേക്കിംഗ് ആണ്. നമുക്ക് ഇപ്പം കാണാം, മോളിവുഡ് കുറച്ച് ചേഞ്ച് ആയിട്ട് വരെയാണ്, മേക്കിംഗ് സ്റ്റൈലിലാണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലൊക്കെ. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു രീതിക്ക് തന്നെ പടം ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് സാധനം. ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവാൻ സാധ്യത കുറവുണ്ടാവും, പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു പടം. വീണ്ടും എന്താ പറയുക, ഒരു നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തു അതിൻ്റെ ഒരു കളർ ടോൺ പോലത്തെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അത് വെച്ച് കൊള്ളാം, കുഴപ്പമില്ല, നല്ലൊരു ഐറ്റം. നല്ലൊരു പടം തന്നെയാണ്. എല്ലാവരും നല്ലൊരു രീതിക്ക് നമുക്കൊരു അങ്കമാലിയൊക്കെ കണ്ട ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ രീതിക്കാണ് ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ തോന്നിയിട്ടുള്ളത്. വേറെ മോശമായിട്ട് ഉള്ളൊരു കാര്യമില്ല സംഭവമായിട്ട്. ക്ലൈമാക്സ് അടുപ്പിച്ചുള്ള സീൻസ് എല്ലാം കിടുവായിരുന്നു. ചെമ്പനൊക്കെ ഒരു രക്ഷയില്ല, പൊളിച്ച് വാരി എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് 2 പേരുണ്ട്, 2 വില്ലന്മാരായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരൊരു രക്ഷയില്ല, പൊളിയാണ്. അവരുടെ ആ ഒരു ലാംഗ്വേജും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല, നല്ലൊരു വർക്ക് തന്നെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്റർ വന്ന് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ്.